കുറച്ചവിടെ നിങ്ങൾ നീങ്ങുന്ന പോലെ ആ മതി മതി. ഇവിടെ വണ്ടി ഒഴിവാക്കാം. കുറച്ചാൾ പരീക്ഷ നോക്കാം. ഏറ്റവും കൂടുതൽ അപ്പൊ ഇത് വെച്ചപ്പോ ഈ സൈഡിൽ പ്രശ്നമില്ല. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ട്രാഫിക് റെഗുലേറ്ററി മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അങ്കമാലി നഗരസഭയുടെ നേതൃത്വത്തിലും അങ്കമാലി പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവരുടെ സഹകരണത്തോടു കൂടി തന്നെ അങ്കമാലിയിൽ കുറച്ച് പരിഷ്കരണങ്ങൾ കൊണ്ടുവരികയാണ്. ട്രാഫിക് പരിഷ്കരണങ്ങൾ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ആരംഭിക്കുന്നത്. ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ വലിയതായിട്ടുള്ള മാറ്റങ്ങളൊന്നുമല്ല, വളരെ ചെറിയ മാറ്റങ്ങളാണ് തുടക്കമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്യാംഷഡ് റോഡിൽ താൽക്കാലികമായി മീഡിയൻ സ്ഥാപിക്കുക എന്നുള്ളതാണ്. താൽക്കാലികമായി മീഡിയൻ സ്ഥാപിക്കുന്നത് നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്കിതിലെന്തെങ്കിലുമൊക്കെ ചേഞ്ചുകൾ വരുത്തണമെങ്കിൽ, ആർക്കെങ്കിലും ഉപദ്രവമായിട്ട് വരികയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കുന്ന രീതിയിലേക്ക് മാറ്റണമെങ്കിലോ നമുക്ക് അത് ആ രീതിയിൽ ചിന്തിച്ച് ചർച്ചകൾ നടത്തി തീരുമാനിക്കാം. ഇതിപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് വെക്കുന്നത്. ക്യാംഷഡ് റോഡിൻ്റെ 2 തലങ്ങളിലും നമ്മൾ താൽക്കാലികമായി മീഡിയൻ തിരിക്കുന്ന രീതിയിൽ കോൺ വെച്ച് തിരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അങ്ങാടിക്കടവ് ജംഗ്ഷനിലും താൽക്കാലികമായി തന്നെ ഈ വണ്ടികളുടെ ലൈൻ തെറ്റിച്ചുള്ള കുത്തിക്കയറ്റുകളാണ് അങ്കമാലിൽ മെയിനായിട്ട് ബ്ലോക്ക് വരുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ട്രാഫിക് കമ്മിറ്റിയിൽ ചർച്ച വന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം ജംഗ്ഷനുകളിൽ ഈ അനധികൃതമായിട്ട് സൈഡിലൂടെ കുത്തിക്കയറ്റുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അങ്ങാടിക്കടവ് ജംഗ്ഷൻ അതുപോലെ തന്നെ TB ജംഗ്ഷനിൽ ഇപ്പോൾ ഇത് നിലവിൽ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ 1-2 സ്ഥലങ്ങളിൽ കൂടി നമ്മളിങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ കോണുകൾ വെച്ച് താൽക്കാലികമായി മീഡിയനുകൾ തീരുമാനിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഒരു നിർദ്ദേശം കൂടി ട്രാഫിക് കമ്മിറ്റിയിൽ വന്നത് നമ്മുടെ പാലസിൻ അതിലൂടെ വരുന്ന വഴി ആ കോംപ്ലക്സിൻ്റെ അകത്തിലൂടെ വരുന്ന വഴി വൺ വേ ആക്കുന്ന രീതിയിലേക്കാണ്. അപ്പോൾ അവിടുത്തെ വ്യാപാരി വ്യവസായികളുമായിട്ട് സംസാരിച്ചിട്ട് അതിനുള്ളൊരു തീരുമാനം ഇന്ന് തന്നെ എടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പാലസിൻ്റെ അവിടെ നിന്ന് കയറി വരുമ്പോൾ ലെഫ്റ്റ് എടുത്ത് നമ്മുടെ തൊട്ടിപ്പുറത്തല്ലേ വൈറ്റ് മാർട്ട് സലീം ഡോക്ടറിൻ്റെ ക്ലിനിക്ക് എന്നുള്ള വഴിയിലൂടെ കടന്നു വന്ന് TB ജംഗ്ഷനിലേക്ക് വരുന്ന വിധത്തിലും അതുപോലെ തന്നെ TB ജംഗ്ഷനിൽ നിന്ന് മൂലൻസിൻ്റെ സൈഡിലൂടെ കടന്നു വന്ന് പാലസിനിൻ്റെ റോഡിലേക്ക് കയറുന്ന തരത്തിലുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്കമാലിയിലേക്ക് ഈ ഓണക്കാലഘട്ടത്തോടനുബന്ധിച്ച് ബ്ലോക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോട് മാത്രമാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സഹകരണം ആവശ്യമുണ്ട്, പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊരു ടെമ്പററി തരത്തിലുള്ള, അതായത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. ഇതിലെന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിലോ ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് അറിയിക്കാം, നമുക്കതനുസരിച്ച് പ്രവർത്തിക്കാം. അതുപോലെ തന്നെ സാധനങ്ങൾ മേടിക്കാൻ വരുന്നവരുണ്ട്, സഞ്ചാരികളുണ്ട്, അങ്കമാലിയിലൂടെ പാസ് ചെയ്യുന്നവരുണ്ട്. ഇവർക്കൊക്കെ അങ്കമാലിയിലൂടെ സുഗമമായിട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന ബ്ലോക്കിനെ ചെറിയ ബ്ലോക്കും കംപ്ലീറ്റ് ചെയ്തിലൂടെ ഒന്ന് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോഴും അവകാശപ്പെടുന്നില്ല. എന്നാൽ കൂടി തന്നെ ഈ ബ്ലോക്കുകളൊക്കെ കുറച്ച് ആളുകൾക്ക് കുറച്ചുകൂടി സുഗമമായ രീതിയിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.